എന്തിനു വേണ്ടിയാണ് എല്ലാം ചിരിച്ചു കളിച്ചേക്കണത്? കൂളായിട്ട് എഴുതിട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് മാത്സ് ബോർഡ് എക്സാം ആണ്. പേടിയാണ്ട്. ലൈഫിലെ ഫസ്റ്റ് വലിയ എക്സാം. ഞങ്ങൾക്ക് ആക്ച്വലി 9:45 സ്കൂളിൽ എത്തണം. ഇപ്പം സമയം 8:25 ഇവിടെ നിന്ന് കുറച്ചുള്ളൂ സ്കൂളിലേക്ക്. അവളുടെ ദേവുന്റെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിൽ നിന്നാട്ടെ എക്സാം എഴുതാൻ പോണത്. പ്രാർത്ഥിക്കണം 10:30 മുതൽ 1:30 വരെ. 1:30 വരെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. 1:30 എക്സാം കഴിയുന്നത്. എക്സാം തുടങ്ങണതിന്റെ 1/4 മണിക്കൂർ മുന്നേ സ്കൂളിലെത്താണ്. അപ്പൊ എഴുതുന്ന സ്കൂളിൽ പാട്ടൊക്കെ ഇട്ട് ജോലിയായിട്ട് പോവാറുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു കാറിന് പോവാട്ടോ. All the best. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ സ്കൂളിലെത്തി. അപ്പോൾ കുറേ പേര് ഇതാ പുറത്ത് ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റേ ഞങ്ങൾ പോണ സ്കൂളത്തെ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരിവിടെ നിന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ഇറങ്ങിട്ട് എനിക്ക് ഇവരൊക്കെ കണ്ടിട്ട് പേടിയാണ്. കുട്ടികളൊക്കെ എല്ലാരും പക്ഷെ ആ സ്കൂളത്തെ കുട്ടികളുടെ പാരന്റ്സിനെ സമ്മതിക്കണ്ടല്ലോ കണ്ടോ, ഇങ്ങോട്ട് കീറ്റാന് കണ്ടോ. എല്ലാരും ഭയങ്കര ഫൈനൽ പ്രിപ്പറേഷനിലാണ്. ഞാൻ ഇവിടെ നോക്കൂല, എനിക്ക് പേടിയാവും. വെറുതെ നോക്കണതാണ്, അത്രേ ഉള്ളൂ, കമ്പനിയായിട്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല, ഇവിടെ വണ്ടിയിലുണ്ടാകും. ഞാൻ എന്തായാലും നിങ്ങളെ വണ്ടി പോയിട്ട് പോകുള്ളൂ. Okay, all the best, all the blessings. Okay. എന്തിനു വേണ്ടിയാണ് എല്ലാം ചിരിച്ചു കളിച്ചേക്കണത്? കൂളായിട്ട് എഴുതിട്ടോ. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ദേവു ആൻഡ് ടീംസൊക്കെ അകത്തോട്ട് പോയി, കോൺഫറൻസ് ഹാളിലോട്ട് പോയി എന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് ടീച്ചേഴ്സിന് ആശംസകളൊക്കെ അറിയിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനുവേണ്ടി പോയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർ ഏതെങ്കിലും ഒരു സ്കൂൾ ബസ്സിൽ ഇവരെ അവിടെ കൊണ്ടുവിടും എക്സാം നടക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതിപ്പോൾ നിലമ്പൂരാണെങ്കിൽ ചന്തക്കുന്ന് ഫാത്തിമാഗിരി സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പം 10:30 എക്സാം. 10 മണിയാകുമ്പം എക്സാം ഹാളിൽ കയറുമെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, ദേവുവിനൊക്കെ ബസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരിതാ പുറകെ പോകുന്നുണ്ട്. ഇത് ബസ്സിൽ കയറ്റുന്നു. അതാ വന്നിക്കുന്നു. പ്രിൻസിപ്പളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ 2 ബസ്സുകളിലായിട്ട് പരീക്ഷാ സെൻറ്ററിലോട്ട് കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പം ഞാനും തിരിച്ച് പോവുകയാണ്. ഇനി ഉച്ചയ്ക്ക് ദേവുവിനെ നമുക്ക് കൂട്ടാൻ വേണ്ടി പോവാം 1:30 കഴിയുമ്പോൾ. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ദേവുവിനെ കൊണ്ടുവരാൻ പോവുകയാണ് സ്കൂളിലേക്ക്. അപ്പോൾ ദിയമോളും വരുന്നുണ്ട് കേട്ടോ. ദിയമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല, പറഞ്ഞില്ലേ.
ദേവുവിന്റെ മിസ്സാണ് കേട്ടോ നിൽക്കുന്ന ബ്ലൂ ചുരിദാറിട്ട് കണ്ടോ. ദേവുവിന്റെ ഫേവറേറ്റ് മിസ്സാണ്. ഞങ്ങൾ ടെൻഷനിൽ ഇരിക്കുകയാണ് ഫ്രണ്ട്സ്. ദേവ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ മറുപടി എന്ത് പറയില്ല ആലോചിച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ദേവ് ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കുഴപ്പമില്ല എന്നാണ്. അതെ, ഭയങ്കര ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനർത്ഥം ഫുൾ മാർക്ക് ഉണ്ടെന്നുള്ളതല്ല. കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്, ടഫായിരിക്കും. എപ്പോഴും ചേച്ചി ഈസി പറഞ്ഞാല് കുഴപ്പമില്ലാത്ത മാർക്കാണ്. ഈസി പറഞ്ഞ നല്ല ഈസി ആയിരുന്നു. അപ്പുറത്തെ സൈഡില് ചമ്മലയും വിറകും മുട്ടിയൊക്കെയാണ്. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങുണ്ടോ? എക്സാം കഴിഞ്ഞു, ബെല്ലടിച്ചു കേട്ടോ. എക്സാം ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു, ബെല്ലടിച്ചു. ദേവുവിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു കേട്ടോ, പക്ഷെ ദേവുവിനെ കണ്ടില്ല. ദേവുവിനെ കാണാനില്ലല്ലോ. മുന്നേനെയും കാണാനില്ല, ദേവുവിനെയും കാണാനില്ല. അവരെവിടെ പോയി? ദേവുവിൻ്റെ ഫ്രണ്ട് ശിവാനിയാണ് കേട്ടോ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ആണോ? മേഘനേനെ കണ്ടോ? മുന്നേനെ ആണോ? ശരി. കൊഴപ്പില്ലാന്നുള്ളൂ. ആണോ? ആണോ? എല്ലാരും എന്താ പറയണേ? ആണോ? മോഡൽ എക്സാം മുന്നേ ഞങ്ങൾക്ക് ഒരേ സെറ്റ് കിട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, സിമ്പിൾ അല്ലേന്നു. അല്ലേ? കാരണം സിമ്പിൾ അല്ലേന്നു, ടഫ് അല്ലേന്നു, കുഴപ്പമില്ല. പക്ഷെ മോഡൽ എക്സാമിനേക്കാളും സിമ്പിൾ ആയിരുന്നു. പഠിച്ചതൊക്കെ വന്നോ? പഠിച്ച് ഇങ്ങനെ ഹൈ പ്രോബബിലിറ്റി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമ്മളെ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ പറയണ വെറുതെയാണ്. മലയാളത്തിന്റെ അമ്മയും അപ്പയും അവിടെ ചെന്ന് പറഞ്ഞു. ആണോ? ദേവുവിന്റെ ഫേവറേറ്റ് മിസ്സും സാറിന്റെ ഫേവറേറ്റ്. അങ്ങനെ മുന്നേ നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് അവര്. നമ്മൾ പോന്നു. കമോൺ. നിന്റെ തൊട്ട് പുറകില് പഠിപ്പി, ഇപ്പുറത്ത് പഠിപ്പി, ഇപ്പുറത്ത് പഠിപ്പി. നാളെ അടുത്ത എക്സാമിന് തന്നെയാണോ ഓർഡർ? ഇതേ ക്ലാസ് ചിലപ്പോ ക്ലാസ് മാറ്റി വരും. എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ഓഫ് ടൈമിൽ പേപ്പർ തരുമല്ലോ. അപ്പം സൂചി ഇങ്ങനെ തന്നെ, മറ്റേ വലിയ സൂചി ഇങ്ങനെ തന്നെ. അത് പോണല്ല, കുറെ നേരം കഴിഞ്ഞാൽ നോക്കുമ്പോ ഇങ്ങനെ ആവും, അത്രേ ഉള്ളൂ. പക്ഷെ പേപ്പർ ഇട്ട് രണ്ടുപേരും എഴുതിയായിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ കൊഴിഞ്ഞു സമയം അങ്ങനെ പോണ്. ഞാൻ 3 സെക്ഷൻ എഴുതി തീർത്തപ്പം ടൈം എത്രയാണെന്ന് അറിയോ? 1 മണി. ബാക്കി 2 സെക്ഷൻ പിന്നെ ടൈം നോക്കണേ എഴുതണേ. അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഓരോ നോക്കലത് ഇങ്ങനെ ക്ലോക്ക് കറക്റ്റ് ടൈമാ, കറക്റ്റ് ടൈമിന് അടിക്കുന്നുണ്ട്. വാച്ച് ഡിജിറ്റലൊക്കെ പറ്റും. സ്മാർട്ട് വാച്ച് പറ്റൂല, പക്ഷെ ഡിജിറ്റൽ പറ്റും. പിന്നെ വേറെന്തോ പറ്റൂലെന്നോ. ബ്ലാക്ക് പെൻ അല്ലല്ലോ ആരും കൊണ്ടുവന്നത്.
ഇന്തോനേഷ്യയിൽ വന്നതാ. അല്ല മുന്നേക്ക് ഞാൻ വാങ്ങിച്ച ബ്ലൂ പെന്ന് കൊടുത്തോ? അതുകൊണ്ട് തന്നെ ഞാൻ ഇത് അതാ പറഞ്ഞപ്പോഴാ അതല്ല രസം. ഞാൻ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ നോക്കിയപ്പോ എല്ലാരടുത്തും പെന്റോണിക്ക്, എല്ലായിടത്തും പെന്റോണിക്ക്. ഇത് പറഞ്ഞതിന് ശേഷം ഞാനും PVS തൊട്ടൊക്കെ നോക്കി എല്ലാരടുത്തും സെയിം പെണ്ണ് മാത്രം മാറ്റുള്ളൂ. ഞങ്ങളത് 2 കുട്ടികളടുത്ത് മാറ്റം. ആ 2 കുട്ടികൾ സെയിം ആണ്. സെല്ലോയാണ് 2 കുട്ടികളാണ്. ബാക്കി എല്ലാവരും കയ്യിലും പെന്റോണിക്ക്. അടുത്ത കൊല്ലം ശിവമിക്കവാറും പേന മാറ്റും, വേറെ പുതിയ പേന ഇറക്കും. കഴിഞ്ഞ കൊല്ലത്ത് വെച്ച് എഴുതിയ ആൾക്കാർ എത്ര പെർഫോം അല്ല കൊണ്ട് ആരും ഇത് വാങ്ങരുത്. നമുക്ക് ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ചിട്ട് പോവാം. അതാ പറഞ്ഞത്, ഇന്ന് സയൻസ് പഠിച്ചിട്ട് നാളെ മുതൽ ഇംഗ്ലീഷ് പഠിക്കാറ്. അങ്ങനെ ചെയ്താ പോരെ? നിക്കിന്റെ ഫാൻ കറങ്ങുന്നുണ്ടോ നിങ്ങൾ? ചേച്ചി എക്സാം എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കണത്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ എക്സാമൊക്കെ എഴുതി, മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, മാക്സിമം പഠിച്ച് എഴുതി. കിട്ടണത് അറിയാത്തതൊക്കെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ എഴുതി ലാസ്റ്റ് ഒരു സംഭവത്തുമ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ സെക്ഷൻ B എന്നാണ് തുടങ്ങിയത്. ഞാൻ അല്ല ഈശ്വരത്തോടെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഫസ്റ്റത്തെ പേജ് ഇങ്ങനെ കണ്ണു നോക്കുമ്പോൾ ഒന്നും കാണാനല്ല. അപ്പം അടുത്ത പേജിലാണ്. പിന്നെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഹിന്ദി, ക്വസ്റ്റ്യൻ പേപ്പർ മാറിയോ ഹിന്ദി, അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഈശ്വരായിട്ട് തുടങ്ങാനൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് പറയില്ല. ഓക്കെ, ഞാൻ സ്കൂളിൽ എത്തിയോ ബുക്ക് തുറന്നിട്ടില്ല. ഞാൻ ബുക്ക് തുറന്നിട്ടേ ഇല്ല. തുറന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും, പിന്നെ ഉള്ളത് പഠിച്ചത് മറക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മീഡിയൻ മോഡ് ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. മീന് ഭാഗ്യത്തിനും വന്നില്ല. പക്ഷെ മീൻ എനിക്ക് ടഫാണ്. കുറേ പേര് പറയുന്നത് സിമ്പിൾ ആണല്ലോ മീൻ പറയും, പക്ഷെ മീൻ എനിക്ക് ടഫാണ്. മീഡിയനും മോഡും കലക്കി അങ്ങോട്ട് എഴുതി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ അറിയണ്ടത്, എൻ്റെ കയ്യിൽ ബാഗ് കിട്ടും. അപ്പൊ കുറച്ച് കുട്ടികൾ നോക്കുന്നുണ്ട് തോന്നുന്നത്. എനിക്ക് മനസ്സിലായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കണേ, സ്കൂളൊക്കെ ഉണ്ടോ മതിയോ വെച്ചു. ഞാൻ അതിനെ അറിയോ ഫാത്തിമയിലെത്തി സ്കൂള് നോക്കും. ഞാൻ പുറത്തെ എല്ലാരും അവിടെ ഇങ്ങനെ പിടിച്ചോണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ സ്കൂളിൽ ഞാൻ പിന്നെ കുറെ മുന്നേ കുറെ നോക്കി, പിന്നെ കുറെ സ്കൂളത്തേക്ക് ഒരു യൂണിഫോം പൊളി അങ്ങനെയൊക്കെ നോക്കിയാൽ നിൽക്കുന്നു. ഞാൻ മാക്സിമം എൻ്റെ മൈൻഡ് ഇങ്ങനെ കൂളാക്കാൻ നോക്കി. അവിടെ നല്ല കുഴപ്പമില്ലാത്ത അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. അപ്പം അങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് അതിൽ ഒരു കുട്ടി ഇങ്ങനെ അറിഞ്ഞു ഒരു സ്കൂളൊക്കെ ഉണ്ട് ഉഷാറല്ലേ ചോദിച്ച്. ഇതാണ് ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് അറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയില്ല. ഓക്കെ, അടുത്തത് അറിയില്ല. പിന്നെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഹിന്ദിയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടാണല്ലോ പോവുക. പിന്നെ ഇത് ഇന്നലെ ട്യൂഷനത്തെ സാറ് പറഞ്ഞു, ഇത് മക്കളെ ഇത് വരും പറഞ്ഞു. നമുക്ക് നോക്കാറുണ്ട്. ചെയ്തോ? 0 ആണ് ആൻസർ. ഫസ്റ്റ് ബോർഡ് എക്സാം ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റ് പോയപ്പോ നല്ല പേടിണ്ടായിരുന്നു, പക്ഷെ വന്നപ്പോ ഉണ്ടായിരുന്നു ഈ കെട്ടൊക്കെ. വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഫുൾ എക്സാം തീർന്ന മാതിരിയാണ്. മാത്സ് മാത്രമേ തീർന്നിട്ടുള്ളൂ. പക്ഷെ മാത്സ് തീർന്നപ്പോ തന്നെ എനിക്ക് ബോർഡ് എക്സാമിന്റെ ഒരു സംഭവം മനസ്സിലായില്ലേ. ഇനി വലിയ ഇത് കിടക്കുന്നു, സയൻസ് കിടക്കുന്നു, SS കിടക്കുന്നു. ഇത് ആക്ച്വലി മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പൊ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണെങ്കിൽ ബേസിക് എത്ര കുഞ്ഞു ക്വസ്റ്റ്യൻ, എത്ര ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. അടുത്ത വർഷം മുതൽ ബേസിക് മാത്സ് അല്ലേ, 10ാം ക്ലാസ്സിലാണ് എന്നൊക്കെ കേട്ടത്. ഫേക്ക് ന്യൂസ് ആണോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് വീഡിയോ എടുത്ത് എന്തിനാ ഇപ്പത്തെ ക്ലിപ്പ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വൈൻഡപ്പ് ആയിരുന്നു. ഞാനിപ്പം മൊത്തം പറഞ്ഞു, എൻ്റെ 10ാം ക്ലാസ് ചരിത്രം മൊത്തം പറഞ്ഞു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 10ാം ക്ലാസ് എക്സാം എഴുതിയ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റിൽ പറയുക. സിമ്പിളാണെന്നൊക്കെ പറയുന്നവർ പഠിപ്പികളാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം.